ഓൾ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് അറിയോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഈ ഒരു ടോപ്പിക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു ടോപ്പിക് ഏതൊരു സ്ട്രീമിലുള്ള ആളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടേമും കൂടിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ബിക്കോസ് ഈ ഒരു മോഡേൺ ഇറയിൽ ഭയങ്കര എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു ടോപ്പിക്കാണ്. മോറോവർ എല്ലാവരും അറിയാനായി ശ്രമിക്കുന്ന ഒരു ടോപ്പിക് കൂടിയായിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേസ് നമുക്ക് എന്താണ് AI എന്ന് നോക്കി നോക്കാം. ഇറ്റ്സ് ഷോർട്ട്ലി നമ്മൾ AI എന്നാണ് ഇതിനെ പറയുക. ഇതിന് വേറൊരു നെയിമും കൂടി ഉണ്ട്, മെഷീൻ ഇൻ്റലിജൻസ് എന്നുള്ളൊരു നെയിമിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ബിഫോർ ദാറ്റ്, എന്താണ് നോൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? നോൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇസ് ലൈക്ക് ഹ്യൂമൻ ബീങ്. ഓക്കെ, അപ്പം നമ്മുടെ കേസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? നമുക്ക് ഏതൊരു എന്താ പറയുക സാഹചര്യമായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഏതൊരു ക്ലൈമറ്റൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ട് അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കേസാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമുക്കൊരു മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കേസ് ഉണ്ടോ? അല്ലെങ്കിൽ ഇമോഷൻസ് ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പം നമ്മൾ ഇവിടെ AI എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ലൈക്ക് എന്തൊക്കെയാണോ ഒരു ഹ്യൂമൻ ബീങ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ഈ ഒരു മെഷീനിലും ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഒരു AI നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ AI നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, സിംപ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആർട്ടിഫിഷ്യലി ഒരു ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വൽ ഇൻ്റലിജൻസിന് ഇൻസ്റ്റഡ് ആയിട്ട് നമ്മളൊരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഇൻ്റലിജൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് ആക്ച്വലി ഇവിടെ ചെയ്യുന്നത്. ആക്ച്വലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ് ഓഫ് ഇത് എന്താണ്, രണ്ട് കോമ്പിനേഷൻ ഓഫ് ടേമാണ്. വൺ ഈസ് ആർട്ടിഫിഷ്യൽ, അനദർ ടേം എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ആണ്. ഓക്കെ, അപ്പം ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഈസ് നോട്ട് നാച്ചുറൽ, അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു അക്വയർ ആൻഡ് അപ്ലൈ ദാറ്റ് നോളേജ്, അതിനെയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് ടേംസിനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ AI എന്നുള്ളൊരു ഫോർമേഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ, സോ മെയിൻലി ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരുന്ന 4 എലമെൻറ്റുകൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്, പിന്നെ ഒന്ന് ലേണിംഗ്, അനദർ വൺ ഈസ് പ്ലാനിങ് ആൻഡ് ഫൈനലി പ്രോബ്ലം സോൾവിങ്. ഇതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള എലമെൻറ്റുകൾ എന്ന് അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 4 കേസുകൾ. ഓക്കെ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ തരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ആമസോണിൽ ഒരു ഇയറിങ് ജസ്റ്റ് സെർച്ച് ചെയ്തു വിചാരിക്കാം, ഓർ എനിത്തിങ്, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്തു എന്ന് വിചാരിക്കാം. ഓഫ് കോഴ്സ് നമുക്ക് എന്ത് കിട്ടും? പിന്നെ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിൻ്റെ കുറേ അഡ്വർടൈസ്മെൻറ്റ്സുകൾ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ? അത് എന്തുകൊണ്ടാണ്? നമ്മുടെ ടേസ്റ്റ് അപ്പോഴേക്കും എങ്ങനെയാണ് ഇവരൊക്കെ അറിയുന്നത്? ബിക്കോസ് അതിൻ്റെ ബാക്കിൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ഫേസ്ബുക്കിൽ ഞാനൊരു പിക്ക് പോസ്റ്റ് ചെയ്തു, ഓട്ടോമാറ്റിക്കലി എന്തിൻ്റെ ഓപ്ഷൻ വരും? ടാഗിങ് ഓപ്ഷൻ അല്ലേ? അപ്പോൾ ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ബിക്കോസ് ഓഫ് അതെങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അത് ടാഗ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ ഫേസ്ബുക്ക് നമ്മളോട് ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്, ബിക്കോസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പിന്നെ വേറെ ഒരു കേസ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എൻ്റെ ഒരു ഫ്രണ്ടിന് ആ ഒരു നോട്ടിഫിക്കേഷൻ, സമ്മൺ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ പോകും. അതിൻ്റെ ബാക്കിൽ എന്താണ്? ബിക്കോസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ബാക്കിലേക്ക് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു കാറ് ഓടിക്കുന്നുണ്ട്, അതിൻ്റെ പിന്നിലും എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ്. പക്ഷേ അതിന് ഡിമെറിറ്റ്സുകൾ വരുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ആ കാറിൽ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ ഓട്ടോമാറ്റിക്കലി ഓടുന്ന ആ കാർ ഒരിക്കലും നമുക്ക് ഹെൽപ്പ് ചെയ്യാനില്ല. ബിക്കോസ് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും ഹെൽപ്പ് ചെയ്യില്ല. അത് വേറൊരു കേസ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ്. ഓക്കെയാണോ? അപ്പോൾ ഇതിനകത്ത് തന്നെ കുറേ മെറിറ്റുകളും ഡിമെറിറ്റ്സുകളും വരുന്നുണ്ട്. അപ്പം മെറിറ്റ്സുകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഹ്യൂമൻ എറേഴ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഫോർ എക്സാമ്പിൾ വെതർ ഫോർകാസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, അതാണ് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ. അപ്പം ഹ്യൂമൻ എറേഴ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. വേറൊരു കേസ്, പിന്നെ റിസ്ക് എടുക്കാൻ
ഇത് ഏത് രീതിയിലും തയ്യാറാണ് എന്നുള്ളതാണ്. ഓക്കെ, റിസ്ക് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ ഒന്ന് പേടിക്കും അല്ലേ. റിസ്കി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറേ തവണ ചിന്തിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് പോവുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഓക്കെ, വേറൊരു അവൈലബിൾ ഇൻ 24 hours, നമുക്ക് 24 മണിക്കൂറും ഇത് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഒരു റിപ്പീറ്റേറ്റീവ് ജോബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റേറ്റീവ് ജോബുകൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ നോർമലി നമുക്കൊരു നോർമൽ ജോബ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ലേസിനെസ് ഫീൽ ചെയ്യും അല്ലേ, പിന്നെ നമുക്ക് അതിനോടുള്ള ഒരു മടി എന്തായാലും ഉണ്ടായിരിക്കും. അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു റിപ്പീറ്റേറ്റീവ് ജോബ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻസിനൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇത് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, വേറെ ഡിസിഷൻ മേക്കിംഗ് ആണ്, ഈസിയർ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുള്ളാണ്. ഫൈനലി ഡിജിറ്റൽ ആയിട്ടുള്ള അസസ്മെൻറ്റ്സുകൾ, ഓക്കെ, അതിനൊക്കെ എന്ത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ മെയിൻലി ഇത് എങ്ങനെയാണോ ഒരു നമ്മളിപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രോസ് ആൻഡ് കോൺസ് അനലൈസ് ചെയ്തിട്ടാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇന്ന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ചിട്ട് ആക്ച്വലി ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടേം ശരിക്കും ഏതൊരു സ്ട്രീമിലുള്ള ആളാണെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടേമാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഏതൊക്കെയാണ് എലമെൻറ്റുകൾ, മെറിറ്റ്, പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ്, എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും കുറേ വൈഡായിട്ടുള്ള കുറേ കാര്യങ്ങളും എക്സാമ്പിളൊക്കെ ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിവേസ് ഇതിൻ്റെ മെറിറ്റുകൾ ഇതൊക്കെയാണ്. ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു തലമുറ എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഏതൊരു കേസിൽ നമുക്ക് മെഷീൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. മെഷീൻ എന്ന് പറയുന്നത് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റോബോട്ടുകളായിട്ടും ടെക്നോളജിയുടെ എൻഹാൻസ്മെൻറ്റ് ഏതൊരു ഫീൽഡിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ എന്താണ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ആണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇതിൻ്റെ ഡിമെറിറ്റ്. പിന്നെ ഇൻസ്റ്റലേഷൻ്റെ പ്രശ്നം, ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്, കോസ്റ്റിൻ്റെ ഒരു ഹൈ കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊന്നെന്ന് പറയുമ്പോൾ ലേസിനെസ്സാണ്. ഓക്കെ, അപ്പം ഹ്യൂമൻ ബീങ്സ് ഒന്നും കൂടി ലേസി ആയിട്ട് വരികയാണ്. അപ്പം അത് പറയേണ്ട കാര്യമില്ല. നമുക്ക് ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്ക് ടൈം സേവ് ചെയ്യാനും അങ്ങനെ കുറേ കേസുകളുണ്ട്. അറ്റ് ദ സെയിം ടൈം ഹ്യൂമൻ ലേസിനെസ് എന്ന് പറയുന്നത് കൂടി വരുന്നതും കൂടിയുണ്ട്. ഓക്കെ, നോർമലി ഇതൊക്കെയാണ് എനിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് എൻ്റെ എക്സാമ്പിളുകളെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവും എൻ്റെ ഈ വീഡിയോയിലൂടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ് നമുക്ക് വേറെ ഒരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. സോ ബൈ.